ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASB അക്കാഡമി. എല്ലാവർക്കും ASB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്ക് എല്ലാവർക്കും അറിയാലേ, SSCയുടെ ഭാഗത്തു നിന്നും പുതിയൊരു നോട്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ടല്ലേ. കഴിഞ്ഞ ദിവസം ഒരു പുതിയ നോട്ടീസ് വന്നിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളെല്ലാം ഒരുപാട് പേർക്ക് നിൽക്കുന്നുണ്ട്. സോ എന്താണ് ഈ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് അല്ലേ? സോ SSC ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് മോഡലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഇതിനകത്ത് പ്രൊസീജിയേഴ്സ് കുറച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്കറിയില്ല, SSCയുടെ കേസിൽ ഈ പറഞ്ഞ പല പോസ്റ്റ് പ്രിഫറൻസും ഡിഫറൻറ്റ് സ്കെയിൽസും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ പോസിബിൾ അല്ല. അറിയില്ല, കാരണം ഒരു ലിസ്റ്റിൽ തന്നെ പല പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്ന നിയമനം കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന കാര്യം പോസിബിൾ അല്ല. സോ SSC ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയൊരു മെക്കാനിസം അല്ലേ, അതായത് നമുക്ക് അറിയാവുന്ന പോലെ SSCയുടെ എക്സാംസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർഷം ഒരു എക്സാം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരേ ആസ്പിറന്റ് എന്ത് ചെയ്യുമായിരിക്കും, CGL, MTS, G അങ്ങനെ പല ലെവലിലുള്ള എക്സാംസ് എഴുതുന്നവരുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഇപ്പോൾ CGL, MTS ഒക്കെ ഒരേ സമയം ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരെണ്ണം മാത്രമല്ല ചൂസ് ചെയ്യാനായിട്ട് പറ്റൂ. ഹയർ ലെവൽ ഏതാണ്, അല്ലെങ്കിൽ കിട്ടിയ നല്ല പോസ്റ്റ് ഏതാണ്, അത് മാത്രം അവർ ചൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റൊരു കിട്ടിയ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന എക്സാംസിന്റെ അല്ലെങ്കിൽ ലോവർ ലെവൽ എക്സാംസിന്റെ എന്ത് ചെയ്യാറില്ല, പലപ്പോഴും പറയുന്ന പോലെ അതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്റ്റേജിലൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. സോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു വേക്കൻസി അവിടെ എന്ത് ചെയ്യും, അവിടെ വേക്കന്റ് ആയിട്ട് തന്നെ കിടക്കും. അത് അടുത്ത നെക്സ്റ്റ് ഇയറിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യും, ആ വേക്കൻസി ആഡ് ചെയ്യുകയും ചെയ്യും അല്ലേ. സോ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ട് അതാത് വർഷങ്ങളിൽ തന്നെ മാക്സിമം റിക്രൂട്ട്മെന്റ് നടത്തുക അല്ലെങ്കിൽ മാക്സിമം വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് SSC ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയൊരു മെക്കാനിസം ആണ് എന്തെന്ന് പറയുന്നത്, സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് അല്ലേ. സോ അതാണ് ഏറ്റവും പുതിയ SSCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ സ്ലൈഡിംഗ് മെക്കാനിസം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനകത്ത് വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അല്ലേ. സോ ഓൾറെഡി ഈ ആദ്യം പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ടു എൻഷുർ മാക്സിമം ഫില്ലിംഗ് ഓഫ് വേക്കൻസീസ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പല പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് രീതികളിൽ എന്ത് ചെയ്യാറുണ്ട്, എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അതായത് റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യാറില്ല, പിന്നീട് അതിന്റെ മറ്റ് പ്രൊസീജിയേഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല. അങ്ങനെ ആ ഒരു വേക്കൻസി എന്ത് ചെയ്യും, അടുത്ത വർഷത്തേക്ക് പോകാറാണ് പതിവ്. സോ ഓൾറെഡി ഒരുപാട് പേരുടെ ചാൻസും അവിടെ നഷ്ടപ്പെടും. അതുപോലെ എന്താണ് മാക്സിമം എന്താണ് അവിടുത്തെ ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കും അല്ലേ. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ 2 പാരഗ്രാഫിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ നെക്സ്റ്റ് ഇതിനകത്ത് എന്താണ് പറയുന്നത് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ നിലവിൽ എന്താണ് ഈ ഒരു മെക്കാനിസം അനുസരിച്ച് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെന്റേറ്റീവ് അലോക്കേഷനൊക്കെ എന്ത് തന്നെയായിരിക്കും, പഴയ ഇതുപോലെ തന്നെ ആയിരിക്കും. അത് എക്സാം നടക്കുന്നതും എന്താണ്, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നിടം വരെയുള്ള, നമ്മുടെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം കറന്റ് പ്രാക്ടീസ് വെച്ച് തന്നെ നിലവിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാം. അവിടെ വരെ നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സിൽ വ്യത്യാസം കാര്യങ്ങളൊന്നും വരുന്നില്ല. പോസ്റ്റ് പ്രിഫറൻസ് വെക്കുക, റാങ്ക് ലിസ്റ്റ് വരെ, ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നിലവിലെ പ്രൊസീജിയർ അനുസരിച്ച് തന്നെയാണ് വരുന്നത്. ബട്ട് ആഫ്റ്റർ ഫോർ ദ കൺഫർമേഷൻ ഓഫ് ടെന്റേറ്റീവ് അലോക്കേഷൻ ഇൻ ദ ഫസ്റ്റ് റൗണ്ട്, റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഇനി പുതിയതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ റീജിയണൽ ഓഫീസിൽ പോയിട്ട് അവിടെ ഒരു ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ത്രൂ ആധാർ ഒതന്റിക്കേഷൻ, അതായത് ഒരു IV സ്റ്റേജ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അറ്റൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്തു, റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ റീജിയണൽ ഓഫീസിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഒരു ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സ്റ്റേജ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അറ്റൻഡ് ചെയ്യേണ്ടി വരും. സോ ഇവിടെയാണ് പ്രധാനപ്പെട്ട 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ഫിക്സ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സോ ഇപ്പോൾ ഇതാണ് പ്രധാനമായിട്ട്, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളൊരു കൺഫർമേഷൻ അവിടെ പോയിട്ട് കൊടുക്കേണ്ടി വരും. അതിനെയാണ് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫിക്സ് ആൻഡ് ഫ്ലോട്ട് ഈ സ്റ്റേജിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിനകത്ത് നോക്കണ്ട, സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ പറയുന്ന പോലെ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇതിലേക്ക് ചെന്നതിന് ശേഷം നിങ്ങളിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ പോസ്റ്റിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അവിടെ ആബ്സെന്റ് ആയിട്ട് അവിടെ റെക്കോർഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്റ്റേജ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ എന്താണ്, നിങ്ങളവിടെ ആബ്സെന്റ് ആയിട്ട് മാർക്ക് ചെയ്യാണ്. ആൻഡ് ഇനി അങ്ങോട്ടുള്ള ഫർദർ പ്രൊസീജിയേഴ്സിലൊന്നും എന്ത് ചെയ്യത്തില്ല, നിങ്ങളെ ആ പോസ്റ്റിലേക്ക് പരിഗണിക്കില്ല, നിങ്ങൾ അതിലേക്ക് പരിഗണിക്കില്ല അല്ലെ. നിങ്ങളുടെ വേക്കൻസി അവിടെ, നിങ്ങളുടെ ഒരു റാങ്ക് എന്ത് ചെയ്യുക, അവിടെ വേക്കന്റ് ആയിട്ട് തന്നെ കിടക്കുകയാണ് ചെയ്തത്. സോ ഇനി നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ എന്താണ്, ആ ഒരു വേക്കൻസി അവിടെ തന്നെ പോകും. സോ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത ആളെ എന്ത് ചെയ്യും, പ്രിഫറൻസ് അനുസരിച്ച് ആ ഒരു വേക്കൻസിയിലേക്ക് ചൂസ് ചെയ്യുകയും ചെയ്യും. സോ ഇതെന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, ആ പോസ്റ്റ് എടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അറ്റൻഡ് ചെയ്യുന്നില്ല, ആ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സ്റ്റേജ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ തന്നെ അത് എന്ത് ചെയ്യാണ്, അവിടെ പോവുകയാണ് അല്ലേ. അപ്പോൾ അവിടെ മറ്റൊരാളുടെ ചാൻസ് എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടുന്നില്ല. തൊട്ട് താഴെയുള്ള പ്രിഫറൻസ് അനുസരിച്ച് ആർക്കാണോ വരേണ്ടത് അവരെ അതിലേക്ക് എന്ത് ചെയ്യും, അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമുക്കറിയാം, ഇപ്പോൾ ഏത് പോസ്റ്റ് എടുത്താലും ഇപ്പോൾ CGL എടുത്താൽ തന്നെ പല ലെവലിലുള്ള പോസ്റ്റുകളുണ്ട്. ലെവൽ 4 മുതൽ 7 വരെയുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹയർ പൊസിഷനിലേക്ക് മാറണം എന്നുള്ളതാണ് നിങ്ങളുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ, അവിടെയാണ് ഈ ഫിക്സ് ആൻഡ് ഫ്ലോട്ട് ഓപ്ഷന്റെ സാധ്യത നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റലിന്റെ പ്രിഫറൻസും അനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പോസ്റ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ഫിക്സ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സ്റ്റേജ് അറ്റൻഡ് ചെയ്യുക, ഡയറക്റ്റ് അവിടെ എന്ത് ചെയ്യുക, റീജിയണൽ ഡയറക്ടറിന്റെ ഓഫീസിൽ പോവുക,
അവിടെ പോയതിനു ശേഷം നിങ്ങൾ ഫിക്സ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റാങ്ക് ആ പോസ്റ്റ് പ്രിഫറൻസ് എന്താണ് നിങ്ങൾ അവിടെ ഫിക്സ് ചെയ്യാണ്. ഓട്ടോമാറ്റിക്കായിട്ട് റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ അതേ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളും നടക്കും. ഇനി സെക്കൻഡ് ഓപ്ഷൻ വരുന്നതെന്ന് പറയുന്നത് ഫ്ലോട്ട് ഓപ്ഷൻ ആണ്. ഫ്ലോട്ട് ഓപ്ഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന പോസ്റ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് ഹയർ പോസ്റ്റിലേക്ക് മാറാൻ നിങ്ങൾക്ക് എന്തുണ്ട്, താല്പര്യമുണ്ട്. ഹയർ പോസ്റ്റിലേക്ക് മാറാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഫ്ലോട്ട് ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഫ്ലോട്ട് ഓപ്ഷൻ കൊടുക്കാം. ഈ ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്താൽ നടക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പുള്ളതല്ല, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മുകളിൽ ഏതെങ്കിലും വേക്കൻസീസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പൊ താല്പര്യമില്ലാത്ത എന്ത് ചെയ്യും, ഈ ഐഡന്റി വെരിഫിക്കേഷൻ സ്റ്റേജ് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആബ്സെന്റീസ് ആയിട്ട് മാർക്ക് ചെയ്യാണ്, അല്ലെ? അവരുടെ പോസ്റ്റ് അവിടെ എന്ത് ചെയ്യാണ്, അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഹയർ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ പ്രിഫർ ചെയ്യും. നിങ്ങൾക്ക് അതിലേക്ക് കിട്ടാനുള്ള മാൻഡേറ്റ്, നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, യു ആർ കൺസിഡർ ഫോർ ആൻ അപ്ഗ്രഡേഷൻ ഫോർ എ ഹയർ പോസ്റ്റ്. അപ്പൊ ഈ ഫ്ലോട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എ വില്ലിംഗ്നെസ് ഓഫ് ദ കാൻഡിഡേറ്റ് ടു ബി കൺസിഡർ ഫോർ അപ്ഗ്രഡേഷൻ. ഒരു ഹയർ പ്രിഫറൻസ് പോസ്റ്റിലേക്കുള്ള ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ്. അത് കിട്ടാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ കിട്ടുകയുള്ളൂ. ഫിക്സ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഈ പറയുന്ന പോലെ പിന്നെ നിങ്ങൾക്ക് അപ്ഗ്രഡേഷനുള്ള ചാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പോസ്റ്റ് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒഫീഷ്യലായിട്ട് നിങ്ങൾ അതിലേക്ക് ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ഫിക്സ് ആൻഡ് ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പോലെ നമുക്കറിയാം, നേരത്തെ ഈ പറയുന്ന തൊട്ട് റിക്രൂട്ട്മെന്റ് വല്ല നടക്കുമ്പോൾ അതിലേക്ക് പോകുന്ന പോലെ അല്ല. ഇപ്പൊ ഈ പറയുന്ന ഐ വി ആബ്സെന്റീസിന് എന്ത് ചെയ്യും, ഈ ഐ വിയിൽ ആബ്സെന്റീസ് വരുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന വേക്കൻസീസ് ഉണ്ടല്ലോ, അത് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യും, SSC എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റേജിൽ നോട്ട് ചെയ്തിട്ട് അതിലേക്കായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നത്, there will be a single sliding allocation for float candidates. ഫ്ലോട്ട് ഓപ്ഷൻ പ്രിഫർ ചെയ്തിരിക്കുന്നവരെ എല്ലാം എന്ത് ചെയ്യും, ആ ഒരു പോസ്റ്റുകളിലേക്ക് പിന്നെ കൺസിഡർ ചെയ്യുകയും കാര്യങ്ങളും എല്ലാം ചെയ്യും. ആൻഡ് ഈ ഫൈനൽ റിസൾട്ട് വരുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ദ ടോട്ടൽ നോട്ടിഫൈഡ് വേക്കൻസീസ്, അൺഫിൽഡ് വേക്കൻസീസ് ഡ്യൂ ടു ആബ്സെന്റിസം ഡ്യൂറിംഗ് IV ആൻഡ് ഫിക്സ് ഫ്ലോട്ട് ഓപ്ഷൻ എക്സസൈസ് ഡ്യൂറിംഗ് IV ഷാൽ ബി ബൈൻഡിങ് ഓഫ് ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ഈ ഒരു സ്റ്റേജിൽ വന്നിരിക്കുന്ന ടോട്ടൽ വേക്കൻസീസ് എത്രയാണ്, അൺഫിൽഡ് വേക്കൻസീസ് അല്ല IV ആബ്സെന്റീസ് ആയിരുന്ന അൺഫിൽഡ് വേക്കൻസീസ് എത്രയാണ്, എത്ര പേര് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം ചൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഫൈനൽ റിസൾട്ട് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, അവിടെ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ അറിയേണ്ടത്, ഈ ഫിക്സ് ഓപ്ഷൻ കൊടുത്തവർ പിന്നെ എന്തല്ല, ഈ പറഞ്ഞ പിന്നീട് ഒരു അപ്ഗ്രഡേഷനും എന്തല്ല, എലിജിബിൾ അല്ല. ഫിക്സ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾക്ക് വന്നിരിക്കുന്ന പോസ്റ്റ് ഏതാണോ അത് നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം, ചൂസ് ചെയ്തിരിക്കണം, ഉറപ്പായിട്ടും ചൂസ് ചെയ്തിരിക്കണം. ഇൻ കേസ് അത് നിങ്ങൾ ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിലെ റിക്രൂട്ട്മെന്റിലേക്ക് പോകും, അല്ലെ? അപ്പൊ നിങ്ങൾ IV സ്റ്റേജിൽ പോയി കിട്ടിയ പോസ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നിങ്ങൾ ഫിക്സ് ഓപ്ഷൻ കൊടുത്തു. ഫിക്സ് ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അത് ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ആ വേക്കൻസിയോടെ എന്ത് ചെയ്യും, വേക്കന്റ് ആയിട്ട് തന്നെ കിടക്കും. അത് നെക്സ്റ്റ് ഇയറിലെ റിക്രൂട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യും, പോവുകയും ചെയ്യും. ഇനി നിങ്ങൾ ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അപ്ഗ്രഡേഷന് കൺസിഡർ ചെയ്യും, അല്ലെ? അപ്ഗ്രഡേഷന് കൺസിഡർ ചെയ്യും. അത് കിട്ടാൻ എലിജിബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് കിട്ടും, അല്ലെ? സോ അങ്ങനെ അപ്ഗ്രഡേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന പൊസിഷൻ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ പോസ്റ്റ് എന്താണെന്നുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ എന്ത് ചെയ്യും, ആ വേക്കൻസി വീണ്ടും അങ്ങനെ തന്നെ നടക്കും. അത് നെക്സ്റ്റ് ഇയറിലെ റിക്രൂട്ട്മെന്റിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്തു, അപ്ഗ്രഡേഷൻ കിട്ടിയില്ല, അപ്പൊ നിങ്ങൾക്ക് ആ പോസ്റ്റ് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിലെ റിക്രൂട്ട്മെന്റ് സൈക്കിളിലേക്ക് പോവുകയാണ്. ഇനി നിങ്ങൾക്ക് അപ്ഗ്രഡേഷൻ കിട്ടി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്ഗ്രഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു പോസ്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അപ്ഗ്രഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പോസ്റ്റ് താല്പര്യമില്ല, പഴയത് തന്നെ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നില്ല. സോ ഇഫ് ദർ ഈസ് അപ്ഗ്രഡേഷൻ, നിങ്ങൾ ഈ പറഞ്ഞാൽ അപ്ഗ്രഡേഷൻ കൺസിഡർ ചെയ്യുകയും ചെയ്തു, അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് ജോയിൻ ദ ന്യൂലി അലോട്ടഡ് പോസ്റ്റ്. നിങ്ങൾക്ക് ആ ന്യൂലി അലോട്ട് ചെയ്ത അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയ പോസ്റ്റിലേക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, നിങ്ങൾ ഈ പറയുന്ന ജോയിൻ ചെയ്യാനായിട്ട് പറ്റൂ. എനിക്ക് ഇത് വേണ്ട, എനിക്ക് പഴയത് തന്നെ മതി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിന്റെ കേസിലില്ല, ഇതിന് ഇല്ല. അപ്പൊ ന്യൂലി അലോട്ടഡ് പോസ്റ്റിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തേ പറ്റൂ. ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ പുതിയ പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യും, അവിടെ പോവുകയാണ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്തേക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെക്കാനിസത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നല്ലതാണോ വെച്ചാൽ തീർച്ചയായിട്ടും എന്താണ് നല്ലതാണ്, നിങ്ങളെ ചാൻസസ് കുറെ കൂടെ കൂടിയാണ്. ഈ പറഞ്ഞ പോസ്റ്റ് എടുക്കാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ കുറെ പേര് എന്താണ് ഈ എക്സാമുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ജോയിൻ ചെയ്യാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല, അല്ലെ? അങ്ങനത്തെ വേക്കൻസീസ് എല്ലാം കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അതേ വർഷം തന്നെ ആ ഒരു ഇയറിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് അതിന്റെ റിക്രൂട്ട്മെന്റ് നടത്താനായിട്ടുള്ള ശ്രമമാണ് SSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സോ നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള SSC എക്സാംസിന്റെ എല്ലാം റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക. സോ അടുത്ത വർഷത്തേക്ക് വരാൻ പോകുന്ന എല്ലാ പ്രധാനപ്പെട്ട SSC എക്സാംസിലേക്കുള്ള
നമ്മുടെ SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച് അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ച് നമ്മൾ നിലവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എത്രയും വേഗം നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് അടക്കാൻ പ്രധാനപ്പെട്ട CJL, CHSL, MDS ആൻഡ് നമ്മുടെ CPO ബാച്ചിലേക്കുള്ള എക്സാംസ് ഉണ്ട് ആൻഡ് GD പോസ്റ്റുകളിലേക്ക് എല്ലാം ഉള്ള എക്സാംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണ് നമ്മുടെ ഒരു SSC ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. സോ ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിലായിരിക്കും ക്ലാസ് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിരിക്കും ഒരു ഫിക്സഡ് ടൈമിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് സിലബസ് നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യും. ആൻഡ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് PYQ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ സെക്ഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് റെഗുലർ ബേസിസിൽ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും റിവിഷനും കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് തന്നെ ഒരു സെൽഫ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും ഈ ഒരു കേസിൽ നമുക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. മോട്ടിവേഷൻ സെക്ഷൻസും ഉണ്ടായിരിക്കും. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. എല്ലാ SSC എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എത്രയും വേഗം നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഏറ്റവും ക്വാളിറ്റി ക്ലാസ്സസ് തന്നെയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പുതിയ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളതും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ സജസ്റ്റ് ചെയ്യുക. നമ്മൾ SSC RRB റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും IB റിലേറ്റഡ് എക്സാംസിന്റെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം ഈ ഒരു ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്. ബൈ.